LDF സർക്കാരിൽ കിഫ്ബി മുൻ സിഇഒ KM എബ്രഹാം സൂപ്പർ മുഖ്യമന്ത്രി ചമഞ്ഞെന്ന ബി അശോക് IAS 200 കോടിയുടെ നികുതിപ്പണം തുടർഭരണം നേടാൻ ചെലവഴിച്ചെന്നും ആരോപണം. അന്വേഷണം നടന്നാൽ KM എബ്രഹാം കുടുങ്ങുമെന്നും ബി അശോക് 24നോട് പറഞ്ഞു. ശ്രീ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഈ തെരഞ്ഞെടുപ്പിലെ തിരസ്കാരത്തിന്റെ ഒരു 50% ഉത്തരവാദിത്വം ശ്രീ എബ്രഹാം സ്വീകരിച്ച നയങ്ങളും നടപടികളും ജനങ്ങൾ റിജക്ട് ചെയ്തതുകൊണ്ടാണ്. അദ്ദേഹമാണ് 200 കോടിയിൽ പരം രൂപ പൊതു ഖജനാവിൽ നിന്നും ഞാൻ പറയും അനധികൃതമായിട്ട് എടുത്തുകൊണ്ടുപോയി ശ്രീ പിണറായി വിജയനെ മൂന്നാമത് അധികാരത്തിലേറ്റാനുള്ള വൻകിട ക്യാമ്പയിൻ ഇവിടെ അഴിച്ചുവിട്ടത്. മുഖ്യമന്ത്രിക്കും മീതെയായിരുന്നു പല കാര്യങ്ങളിലും. മന്ത്രിയുടെ റാങ്കോടുകൂടി ബാക്കി എല്ലാ മന്ത്രിമാരെയും ഓവർഷൂട്ട് ചെയ്ത് ഔട്ട് റാങ്ക് ചെയ്ത് ശ്രീ പിണറായി വിജയന് നേരിട്ട് ഫയൽ കൊടുക്കുകയും ക്യാബിനറ്റ് തീരുമാനങ്ങൾ എടുപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ശ്രീ എബ്രഹാം റിസൾട്ട് വന്ന നിമിഷം തന്നെ രാജിവെക്കേണ്ടതായിരുന്നു. ഇല്ല, KM എബ്രഹാം എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണമെന്നാണ് പ്രധാനമായിട്ടും എൻ്റെ ഒരു ഫീലിംഗ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.